പക്ഷെ ദാസാറുടെ കൂടെ ഒരു വരിയെങ്കിലും സ്റ്റേജിൽ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നടക്കില്ല എന്നുള്ളതൊരു എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പൊ പക്ഷെ അത് ഈ പറയണ പോലെ 3 ഷോ ദാസാറുടെ ഒപ്പം ചെയ്യാനുള്ള ഒരു ഒന്ന് ഹൈദരാബാദ്, പിന്നെ അയർലൻഡ്, UK. അപ്പോൾ ഞങ്ങൾ അയർലൻഡ് പോയി. നല്ല തണുപ്പാണ് അവിടെ. നവംബർ ഒക്ടോബറിലാണ് പ്രോഗ്രാം. ഒക്ടോബർ 13, 11 ആയിരുന്നു ഷോ. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് അവിടെ പോയ സമയത്ത് ഈ പറയണ പോലെ അയർലൻഡിലെ പ്രോഗ്രാം കുഴപ്പമൊന്നുമില്ല. കാരണം പോയി നമ്മളവിടെ എത്തിയതിൻ്റെ നെക്സ്റ്റ് ഡേ പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് UK പ്രോഗ്രാം ആയപ്പോഴേക്കും ഞാൻ വെറുതെ 4 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങി എന്നുള്ളതാണ് കാരണം. നമുക്ക് അത്രയും തണുപ്പ് പരിചയമില്ലല്ലോ. അങ്ങനെ പിന്നെ തൊണ്ട ആകെ പ്രശ്നമായി, വേദനയായി, ഇൻഫെക്ഷൻ. പിന്നെ ആന്റിബയോട്ടിക് ഒക്കെ കരുതിയിരുന്നു. സംശയം തോന്നിയപ്പോൾ തന്നെ കഴിച്ചു. പിന്നെ പ്രാർത്ഥന എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് കുഴപ്പമൊന്നും പാടാൻ പറ്റി. അയ്യോ, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും ചൂടുവെള്ളം കയ്യിൽ പിടിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലേ ചിലപ്പോ ഈ പറയണ പോലെ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുത്താലും പണി കിട്ടും. ദാസാരത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കൂടെ നിന്ന് സ്റ്റേജിൽ പാടുമ്പോൾ ചിത്രേച്ചറ് മുന്നിൽ പാടുന്നതിനേക്കാളും ആദ്യത്തെ പ്രോഗ്രാം ശരിക്കും ഭയങ്കര, ഞാൻ പ്രാക്ടീസിന് പോയി പേടിച്ചിട്ട് എനിക്ക് ഒന്നും പാടാൻ പറ്റുന്നില്ല. പിന്നെ അന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് റൂമിൽ പോയി എല്ലാരും പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? പിന്നെ ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, നീ പേടിച്ചിട്ട് ഒരു കാര്യമില്ല, പാടിയേ പറ്റും. പാടി വന്നു, എന്തായാലും പാടി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും കുറച്ച് രണ്ടാമത്തെ ഷോ അയർലൻഡിലെ ഷോ ആയപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി.